ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്, കറണ്ട് ഫീലിംഗ് ആണ്. നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് 8 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു ഇമോഷനെയാണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ മറന്നു, നിങ്ങൾ ലെറ്റ് ഇൻ ഗോയാണ്. അപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ. നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയത് അവർ തന്നെയാണ്. പക്ഷേ അവരിലെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങളും അവരും തമ്മിൽ പ്രണയത്തിലായ നിമിഷത്തിൽ, കണ്ടുമുട്ടിയ നിമിഷത്തിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കരുതൽ, അതൊക്കെ അവർ മനസ്സിലാക്കുകയാണ്. ആ ഒരു റിയലൈസേഷൻ വരുമ്പോഴാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെയേറെ വരുന്നത്. മറ്റെവിടെ നിന്നും ഈ ഒരു സ്നേഹം കരുതലും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ, നിങ്ങൾ ലെറ്റ് ഇൻ ഗോയാണോ, നിങ്ങളിപ്പോൾ മാറി ചിന്തിക്കുന്നു, ഇതൊക്കെ അവർ ആലോചിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അവർക്ക് ഇപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല, നിങ്ങൾ മാറി നിൽക്കുകയാണ്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അവരായിരിക്കണം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ. അപ്പോൾ അവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരാണ് തെറ്റ് ചെയ്തതെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്, റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലെങ്കിൽ അവരില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമായിരിക്കണം. അവരിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ അവർ സെൽഫ് ലവ് ചെയ്യുന്നു, അവർ മെഡിറ്റേഷൻ ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ, നിങ്ങളവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയത്തെയാണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. കിങ് ഓഫ് പെൻഡക്കിൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നോക്കുമ്പോൾ ഓവർഫ്ലോയിങ് എന്നാണ് പറയുന്നത്. ഇവിടെ പെൻഡക്കിൾ കിട്ടുകയാണെങ്കിൽ അത് ലൈഫിലേക്ക് വരുന്ന ആ ഒരു പ്രോഗ്രസിനെയാണ് കാണിക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റിനാണ് കാണിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവരെന്ന വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അത് അവർ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ കരിയർ, അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അബണ്ടൻ. അപ്പോൾ അവർ അതിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ട്. എങ്കിൽ കൂടിയും അവരെന്ന വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തന്നെയാണ്. അവരെന്ന വ്യക്തി പേഴ്സണലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അച്ചീവ്മെൻറ്റും നേടിക്കഴിഞ്ഞു, ഗ്രോത്ത് നേടിക്കഴിഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്, അവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ. പക്ഷേ മറ്റുള്ളവർക്ക് അറിയാത്ത ഒരാളുണ്ട് അവരിൽ, അവരുടെ മനസ്സുണ്ട്. അത് അവർ ഓപ്പണായിട്ട് ആരുടെ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് മാത്രമേ അവരെ അറിയുള്ളൂ. അവരെന്ന വ്യക്തിയിലെ ആ കുട്ടിത്തവും, അവരെന്ന വ്യക്തിയിലെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സും അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. അതവർക്കറിയാം. മറ്റുള്ളവരുടെ മുന്നിൽ അവരെ തന്നെ എന്താണ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. എന്നാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങളാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന ബോധ്യം അവർക്കുണ്ട്. അവരായിട്ടുള്ളത്, അവരുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ ഒരു റിയലൈസേഷൻ ആണ്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് 3 ഓഫ് വാൻഡ്സ് കാർഡ്. വെയിറ്റിംഗ് എനർജിയാണ്. അവർ എഫേർട്ട് എടുക്കുകയാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും അവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു തിരിച്ചുവരവിനായിട്ട്. അപ്പോൾ അവരുടെ ആംബിഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിലേക്ക് എത്തുക. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹവും കരുതലും പഴയതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരാണിപ്പോൾ എഫേർട്ട് എടുക്കുന്നത്, അവരാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളെ വളരെയേറെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. വളരെയേറെ മാറ്റം വന്നിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അവർ റൈറ്റ് ഡയറക്ഷനിലാണ്. അവർ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുമൊത്തുള്ള ലൈഫിനെ സ്വപ്നം കാണുന്നു. ഇവിടെ നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. അവർ വളരെ കോൺഫിഡൻസ് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട്, ബോൾഡായിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അവരെന്ന വ്യക്തിയുടെ പവറിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മുൻപ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. നിങ്ങളുടെ സ്നേഹം ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കി കൊടുത്തത്. അങ്ങനെ ഒരു ആത്മാർത്ഥത വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവര് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവര് ബോൾഡായിട്ടുള്ള ആക്ഷൻ എടുക്കാനും കാരണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും നിങ്ങളെ കാണുവാനുമുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. നെക്സ്റ്റ് കാർഡ് ദ എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു അതോറിറ്റിയുള്ള, ഒരു പവറുള്ള നാച്ചുറൽ ബോൺ ലീഡറെയാണ് ഇവിടെ ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവര് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അവരെന്ന വ്യക്തി ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആക്ഷൻ അത് വളരെയേറെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഇനിയൊരു മടങ്ങിപ്പോക്ക് അവർക്കില്ല. നിങ്ങളെന്ന വ്യക്തി അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം. അത് നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. സെൽഫ് റിയലൈസേഷൻ ആണ് ജഡ്ജ്മെന്റ് കാർഡ് കാണിക്കുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ്. തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അല്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. ആരാണ് ശരി എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എവേക്കനിങ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സ് അവിടെ അവർക്കുള്ള ആ ഒരു തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൂത്തിനെ മനസ്സിലാക്കുമ്പോൾ, ശരിയെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുമ്പോൾ, അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. വേറെ എവിടെ നിന്നും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ജഡ്ജ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത്. അവര് നിങ്ങൾക്ക് നീതി തരാൻ പോവാണ്. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ അതിനുള്ള ഒരു ആക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഫ്യൂച്ചറിലേക്ക്. അവരുടെ സോള് നിങ്ങളാണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ലൈഫ് എൻഡ് വരെ വേണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് ആണ്. നാച്ചുറൽ ലോനാണ് കാണിക്കുന്നത്. നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കർമ്മ എൻഡാവാണ്. നിങ്ങളിലേക്ക് അവർ എഫേർട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവിനെ, ആ ഒരു ബാലൻസിനെയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അവരുടെ കറന്റ് ഫീലിംഗ് ആണ്, കറന്റ് എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ്. നീതിയാണ് കാണിക്കുന്നത്. അവരെടുത്ത ആ ഒരു ഡിസിഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇത്രയും കാര്യം പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയിലേക്കുള്ള നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചറിവാണ്. അവർ നിങ്ങൾക്ക് നീതി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മടങ്ങിവരവ് ഉറപ്പാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് റീഡിംഗ് ആണിത്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജിയല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗിന് വന്നാൽ നിങ്ങളുടെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും.
നിങ്ങളുടെ സ്വന്തം നിംസ്.